7. സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ സഹയോഗിയാകുന്നതിന് വേണ്ടി ആകർഷണം, അറ്റാച്ച്മെന്റ്, ചായ്വ്, ദേഹദൃഷ്ടി, ദോഷദൃഷ്ടിയിൽ നിന്ന് സദാ. ഇതും സേവനത്തിൻ്റെ പോയിന്റാണ്. എങ്ങനെയായിരിക്കണം സേവാധാരി? സ്വപരിവർത്തകനാകണം. സ്വപരിവർത്തനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? വിശ്വപരിവർത്തനത്തിൽ പങ്കാളിയാക്കാൻ കഴിയും. സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനത്തിന് സഹയോഗിയാകണമെങ്കിൽ, ബാബയ്ക്ക് എന്നെ ബാബയുടെ കൈയായി ഉപയോഗിക്കണമെങ്കിൽ, ബാബയുടെ കാര്യത്തിൽ സഹയോഗിയാകാൻ എനിക്ക് സേവാധാരിക്ക് എന്തൊക്കെ ക്വാളിറ്റി വേണം? അറ്റാച്ച്മെന്റ്, ഒരു തരത്തിലുള്ള ആകർഷണം, ഒട്ടിപ്പിടുത്തുണ്ടാവരുത് എവിടെയും പോയി. കാരണം സേവ ചെയ്തിട്ട് കൂടെ സേവ ചെയ്യുന്നവരിലോ സേവ ചെയ്യാൻ കിട്ടിയ സാധനത്തിലോ സാമഗ്രിയിലോ വസ്തുവിലോ വ്യക്തിയിലോ അല്ലെങ്കിൽ സേവനം ചെയ്യുമ്പോൾ നിറയെ പേരും കിട്ടും, പ്രശസ്തിയും കിട്ടും, നിറയെ അപമാനവും കിട്ടും, നിറയെ ആരോപണങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതിലൊന്നിലും എന്ത് ചെയ്യരുത്? ബാധിപ്പുണ്ടാവരുത്. ഒന്നും നമ്മളെ ബാധിക്കരുത്. ഒന്നുകിൽ നല്ലതാണെങ്കിൽ അവിടെ ഒരു ഒട്ടിപ്പിടുത്തുണ്ടാവും, കെട്ടതാണ് കിട്ടും, നിറയെ കെട്ടതും കിട്ടും. അപ്പം എന്ത് വരും? ഡിറ്റാച്ച്മെന്റ് വരും. ഭയങ്കരമായ ഒരു അകൽച്ചയുണ്ട്. അയ്യോ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതല്ലേ കേൾക്കണം, ഇനിയിപ്പോൾ നമ്മൾ എന്തിനാ സേവ ചെയ്യണം? ഇതൊക്കെ കണ്ടില്ലേ, ഈ നാടിനെ മനുഷ്യർക്ക് നന്നാവുക, ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇത്രയും സേവ ചെയ്തിട്ട് അവസാനം ഈ പേരുദോഷം കേൾക്കുക എന്ന് വിചാരിച്ചാൽ എന്തായി? മനസ്സിൽ സങ്കല്പം വന്ന് കർണം കേൾക്കും അല്ലെ. 10 നല്ലത് കേൾക്കുകയാണെങ്കിൽ 100 ബാബ പറയില്ലേ ആരോപണങ്ങളും അപമാനങ്ങളും ഉണ്ടാക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും, ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ബാബ എന്താ പറഞ്ഞേ? ഇതൊന്നും നിങ്ങളെ ബാധിക്കരുത്. അതിനെയാണ് ബാബ പറയുന്നത് അൺടച്ചബിൾ. അതിലൊന്നും തൊടണ്ട, അതൊന്നും നിങ്ങളെ വന്ന് തുടരും. ആകർഷണം, ചായ്വ്, ദേഹദൃഷ്ടി. ആരെയും ദേഹത്തിന്റെ ബോധത്തെ നോക്കണ്ട പറയാ ബാബ. സ്ത്രീ പുരുഷ കണ്ണ്, അതിനെയാണ് എന്ത് പറയാ? ദേഹദൃഷ്ടി. നിറയുണ്ടല്ലോ സ്ത്രീ പുരുഷ കണ്ണ്, പിന്നെ ജാതിക്കണ്ണ്, മതക്കണ്ണ്, അതെല്ലാം അതിൽ വരും ദേഹദൃഷ്ടിയിൽ. ദേഹവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇയാളെ പണമുള്ള ആള്, പണമില്ലാത്ത ആള്, ഇയാളെ വലിയ പഠിപ്പുള്ള ആള്, പഠിപ്പില്ല, എല്ലാം എന്തുണ്ടാക്കും? ചായ്വുണ്ടാക്കും. പദവിയിലുള്ള ആള്, പദവിയില്ലാത്ത ആള്, എല്ലാം നമ്മുടെ സ്വഭാവത്തിൽ എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ദേഹദൃഷ്ടി. അടുത്തത് എന്താ? ദോഷദൃഷ്ടി. ബാബ പറയില്ല ആരുടെ മേലെയും ദോഷം ആരോപിക്കരുത്. ദോഷമുണ്ടെങ്കിലും ബാബ എന്ത് പറയും? ദോഷദൃഷ്ടിയിൽ കാണരുത്. ദോഷദൃഷ്ടി പറയുമ്പോൾ അതിന് 2 സൈഡ് വരും. ഒരാൾ ദോഷിയാണെങ്കിലും ബാബ പറയും നിങ്ങൾ ദോഷദൃഷ്ടിയിൽ കാണണ്ട. മറ്റൊന്ന് ദോഷം ആരോപിക്കുക മറ്റുള്ളവർ. ബാബ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ നിങ്ങളുടെ കുറവിനെ മറയ്ക്കാൻ വേണ്ടി. പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ മുഴുവൻ ലോകത്തിൽ നോക്കി അറിയാൻ പറ്റും. ഒരാളെ ദോഷം ആരോപിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അവർക്ക് എന്തോ മറയ്ക്കാൻ ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ബാബ പറയില്ലേ മറ്റുള്ളവരുടെ മേലെ ദോഷം ആരോപിക്കുന്നത്. അതാ പറഞ്ഞ ബാബ ദേഹദൃഷ്ടിയും ദോഷദൃഷ്ടിയും ഇതിൽ നിന്ന് സദാ മുക്തമായിരിക്കും. സ്വപരിവർത്തനത്തിലൂടെ എഴുതാം. സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തന കാര്യത്തിൽ സഹയോഗിയാകുന്നതിന് വേണ്ടി ആകർഷണം, ചായ്വ്, ദേഹദൃഷ്ടി, ദോഷദൃഷ്ടിയിൽ നിന്ന് ഞാൻ സദാ മുക്തമായിരിക്കും. എല്ലാം ബാബ ഓരോരോ വാക്കേ വെച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിന് ഓരോ വാക്കിനും 1000 നമ്മുടെ സൂക്ഷ്മ ചെക്കും 1000 ബന്ധനങ്ങളിൽ നിന്ന്, കയറുകളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നതാണ് ഓരോ മഹാവാക്യം. അപ്പോൾ ഓരോ പ്രതിജ്ഞയും ശരിക്കും നമുക്കുള്ള രക്ഷാ കവചമാണ്. അങ്ങനെ വേണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് എഴുതൂ എന്ന് സിസ്റ്റർ പറയാൻ കാര്യം. കാരണം ഇതാണ് നമുക്ക് രക്ഷാ കവചം. ഈ രക്ഷയൊക്കെ ബന്ധിക്കുന്നതിന് അത് ഓർമ്മിപ്പിക്കാനാണ് 8-ാം തീയതി ഇനി നമുക്ക് സ്ഥൂലമായ രാഖി കയ്യിൽ വരുന്നത്. ഓർമ്മ ഉണർത്താണ്. എന്തൊക്കെ പ്രതിജ്ഞ ഞാൻ എന്നോടും ബാബയോടും ചെയ്തിട്ടുണ്ട്, ആ പ്രതിജ്ഞയിലൂടെ തന്നെയാണോ ജീവിക്കണം? പ്രതിജ്ഞാബദ്ധ ജീവിതമാണോ? അങ്ങനെ ജീവിക്കും എന്ന പ്രതിജ്ഞയെടുക്കലും കൂടിയാണ് രാഖി ബന്ധന ദിവസം. രാഖി കാണുമ്പോൾ അത് ഓർമ്മിക്കലുമാണ്, ഓർമ്മിപ്പിക്കലുമാണ്.